ബി.ജെ.പി. എന്ന പാർട്ടിക്ക് രാജ്യത്ത് ശക്തമായ വേരോട്ടമാണുള്ളത്. നിരവധി സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. അധികാരത്തിൽ ഇരിക്കുന്നുണ്ട്. അതിനു പുറമെ ഈ രാജ്യം ഭരിക്കുന്നതും ബി.ജെ.പി. തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്കാരായി വിവിധ സർക്കാരുകളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ച മട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ കൈവിട്ട രീതിയിലുള്ള പരാമർശങ്ങൾ ഈ നേതാക്കളിൽ നിന്നും ഉണ്ടാകാറുമുണ്ട്. എതിർക്കുന്നവരെ വായിൽ നാവുകൊണ്ട് കീഴ്പ്പെടുത്തി തങ്ങളുടെ സ്ഥാനങ്ങളിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ബി.ജെ.പി. ജനപ്രതിനിധികളുടെ സ്ഥിരം ശൈലി. അത്തരം രീതികളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായാലും ബി.ജെ.പി. പ്രതിനിധികൾ കുലുങ്ങാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ബി.ജെ.പി. ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് ധനമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം അഴിച്ചുവിട്ടു. പ്രതീകാത്മക ശവയാത്ര അടക്കം നടത്തി കോൺഗ്രസ് ആഞ്ഞടിച്ചപ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ ബി.ജെ.പി. ധനമന്ത്രി രാജിവെച്ച് കളം വിട്ടു. കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ബി.ജെ.പി. മന്ത്രി രാജിവെക്കുക എന്ന അപൂർവതയ്ക്ക് കൂടിയാണ് ഉത്തരാഖണ്ഡ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ഉത്തരാഖണ്ഡ് ധന പാർലമെന്ററി കാര്യമന്ത്രി പ്രേംചന്ദ് അഗർവാൾ രാജിവെച്ചതോടെ വലിയ നാണക്കേടാണ് ബി.ജെ.പിക്ക് ഉത്തരാഖണ്ഡിൽ ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മലയോര ജനതയുടെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് ഏറ്റെടുത്തതോടെയാണ് മന്ത്രിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്നത്. ആഴ്ചകൾക്ക് മുൻപ് നിയമസഭയിൽ മലയോര ജനതയെ അധിക്ഷേപിക്കുന്ന പരാമർശം അഗർവാൾ നടത്തിയിരുന്നു. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് രാജിക്കത്ത് കൈമാറി ധനമന്ത്രി ഇറങ്ങിപ്പോകുമ്പോൾ കോൺഗ്രസ് പതിവിന് വിപരീതമായി ഉത്തരാഖണ്ഡിൽ തലയുയർത്തി നിൽക്കുകയാണ്. നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിനിടയിലായിരുന്നു ധനമന്ത്രി വിവാദമായ പരാമർശം നടത്തിയത്. കോൺഗ്രസ് എം.എൽ.എ. മദൻ ബിഷ്ട്ക്കെതിരെ നടത്തിയ പരാമർശത്തിൽ രോക്ഷാകുലരായി മറുപടി പറയവെയായിരുന്നു അഗർവാൾ മലയോര ജനതയെ അധിക്ഷേപിച്ചത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനം മലയോര ജനതയ്ക്കെതിരെ വേണ്ടി മാത്രമുള്ളതല്ല എന്നും ഉൾപ്പെടെയുള്ള പല പരാമർശങ്ങളായിരുന്നു മന്ത്രി അന്ന് നടത്തിയത്. പ്രേംചന്ദ് അഗർവാളിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിനായി നമ്മൾ പോരാടിയത് ഇങ്ങനെ അടികൂടാനാണോ? ഇതിനായിരുന്നോ നമ്മൾ ത്യാഗം ചെയ്തത്? ഉത്തരാഖണ്ഡ് മലയോരവാസികൾക്ക് മാത്രമുള്ളതാണോ? ആരാണ് മലയോരത്ത് താമസിക്കുന്ന ജനത? മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമെല്ലാം വന്ന ചിലരാണവർ. കുമൌണിയിലുള്ളവർ, ഗഡ്വാളിലുള്ളവർ, മലയോര നിവാസികൾ, തദ്ദേശീയർ എന്നിങ്ങനെ ജനങ്ങളെ വിഭജിക്കുന്നത് അംഗീകരിക്കരുത്. മുതിർന്ന നേതാക്കൾക്കരികിൽ ഇരുന്നു കൊണ്ട് മോശം പരാമർശം നടത്തുകയാണ്. ഞാൻ അഗർവാൾ ആയതുകൊണ്ടാണോ നിങ്ങൾ എതിർക്കുന്നത്? ഇത് ശരിയല്ല. പ്രേംചന്ദ് അഗർവാളിന്റെ ഈ വാക്കുകൾ നിയമസഭയ്ക്കുള്ളിൽ ശക്തമായ പ്രതിഷേധത്തിനായിരുന്നു വഴിവെച്ചത്. എന്തായാലും വലിയ പ്രതിഷേധമായിരുന്നു മന്ത്രിക്കെതിരെ ഉയർന്നത്. പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തൊട്ടു പിന്നാലെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ശവയാത്ര ഉൾപ്പെടെ നടത്തിയിരുന്നു. കോൺഗ്രസ് ഉത്തരാഖണ്ഡിൽ പിടിമുറുക്കിയതോടെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം പ്രേംചന്ദ് അഗർവാളിനെ വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരുന്നു. പിന്നാലെ മന്ത്രി പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് രക്ഷപ്പെടാൻ ഒരു വഴി തേടി. എന്നിട്ടും പ്രതിഷേധങ്ങൾ ശക്തമായി തുടർന്നതോടെയാണ് അഗർവാൾ മന്ത്രിസ്ഥാനം രാജിവെച്ച് ഓടി ഒളിച്ചത്.